സത്യം അന്വേഷിക്കാൻ വേണ്ടിയാ ഉപനിഷത്തുണ്ടാക്കിയത്. നിശേഷ സത്യമുണ്ട്, അർദ്ധസത്യവും അപൂർണ സത്യവും ഒന്നുമല്ല. അസത്യം, അർദ്ധസത്യം, ആപേക്ഷിക സത്യം, അസത്യം, ഇത്രയും ഒരുപാട് സത്യങ്ങളുണ്ട്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, സത്യമല്ലേ? അല്ല, അത് സത്യമല്ലെന്ന് മനസ്സിലായില്ലേ? ഭൂമി കറങ്ങുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ഒരു പകൽ സമയത്ത് ആരെങ്കിലും തൃശ്ശൂരേക്ക് പകൽ സമയത്ത് ട്രെയിനിൽ പോയാൽ ഷൊർണൂർ എത്തിയാൽ ട്രെയിൻ കുറേ പിടിച്ചിടുകയാണ്. ആട്ട വടിയും ഇഡലിയും തീരുന്നവരെ വിടില്ല ആൾക്കാർ ശേഷം വർഷം. അങ്ങനെ നിർത്തിയിട്ടിട്ട് ചൂടായിരിക്കും, പകൽ സമയത്ത് ചൂട് കൊണ്ടുവച്ച് വണ്ടിയൊന്ന് പുറപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരിക്കുക. വണ്ടി പോകുന്നില്ല, ചൂട് ഭയങ്കരം, ഫാനിന്റെ അച്ഛ കാറ്റൊന്നും പിടിക്കുന്നില്ല. അവസാനം വണ്ടി നീങ്ങാൻ ആശ്വാസമായി, സ്പീഡായി വരുന്നു. പക്ഷെ കാറ്റ് വരുന്നില്ല. എന്നാലും കാറ്റ് വരുമല്ലോ. ഭാരതപ്പുഴ കടക്കുമ്പോൾ പാലത്തിനെത്തുമ്പോൾ നല്ല കാറ്റ് കിട്ടും. അത് കിട്ടുമല്ലോ. ഇങ്ങനെ സ്വപ്നം കണ്ട് വണ്ടി സ്പീഡായി കുറേ അങ്ങോട്ട് പോയതാണ്. മനസ്സിലായത് അപ്പുറത്തെ വണ്ടി വഴിയോട്ട് പോയതാണ്. നമ്മളെ വണ്ടി ആട്ടന്റെ അപ്പുറത്തെ വണ്ടി പുറകോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നിയതാ. മനസ്സിലായോ? ഇതുപോലെയാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. യഥാർത്ഥത്തിൽ സൂര്യൻ മുന്നിടത്ത് നിൽക്കുക. ഇത് ആപേക്ഷിക സത്യമാണ്. എന്നാൽ ആത്യന്തികമായ ഒരു സത്യമുണ്ട്. ആ സത്യത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യുക മനുഷ്യന്റെ ജോലി. നമ്മളെ കുട്ടികൾ ശാസ്ത്രം പഠിക്കുന്നതിനാ കുറെ വാട്സപ്പ് മാമന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാ പഠിക്കുന്നത്? ഈ A+B² എന്തിനാ പഠിക്കുന്നത്? ഈ കോഴ്സിൽ പറഞ്ഞ സാധനമില്ലേ, അതെല്ലാം എന്തിനാ പഠിക്കുന്നത്? ആളുകളെ പരിഹസിക്കുന്നവരുണ്ട്. അവർ ശുദ്ധ പോഷ്കാണ് പറയുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് പിറ്റേന്ന് അത് ചെലവാക്കിയിട്ട് കച്ചവടപ്പുള്ളിയിൽ ലാഭം കിട്ടാനല്ല, സത്യം അന്വേഷിക്കുവാൻ, അറിവിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പഠിക്കുന്നത്. അറിവിലേക്ക് വികസിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഈ സത്യത്തെ അന്വേഷിക്കുക. അപ്പൊ സത്യമാണ് പരബ്രഹ്മം, നിശേഷ സത്യം. രാത്രിയിൽ ഇവിടെ വെളിച്ചം കെട്ടുന്ന എത്ര ട്യൂബ്ലൈറ്റ് നോക്കിയിട്ടില്ലേ? ഒരുപാട് ട്യൂബ്ലൈറ്റ് ഇല്ലേ? പക്ഷെ രാത്രിയിൽ ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങളില്ലേ? എന്നിട്ട് നമുക്ക് വെളിച്ചം കിട്ടാൻ LED വേണം, CFL വേണം, ഹാലജൻ വേണം. എന്നാ പകൽ ഇവിടെ ഏതെങ്കിലും ഒരു ബൾബ് കത്തുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. ഒറ്റൊരു വെളിച്ചല്ലേ ആകാശത്ത്, ഒറ്റൊരു വെളിച്ചം. എന്നിട്ട് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നുണ്ട്. അതെന്താ? അവിടെയാണ് രാത്രിയിലുള്ള വെളിച്ചത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് നമ്മൾ അകലെയാ. നക്ഷത്രങ്ങൾ നമ്മളെ വളരെ ദൂരെയാ. അതുപോലുള്ള ഒരു നക്ഷത്രം തന്നെയാ സൂര്യൻ. പക്ഷെ നമ്മൾ അതിന് സത്യത്തിന് അടുത്തെത്തുന്നത് കൊണ്ട് നല്ല വെളിച്ചം കിട്ടുന്നു. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. കേട്ടിട്ടില്ലേ? അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ടിലെ വരിയാണ്. സത്യം അന്വേഷിക്കുക, ഇതാണ് നമ്മുടെ ജോലി. രണ്ടാമത്തെ അടിത്തറയാണ് നന്മ, അതാണ് ശിവം. ശിവം എന്ന വാക്ക് ശിവൻ എന്ന ദൈവത്തിന് മുമ്പുള്ള വാക്കാണ്. ആനെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദൈവത്തിന് പേര്. ആൻ എന്ന പുരുഷനെ ദൈവം. ദ്രാവിഡ ഭാഷകളിലെല്ലാം പുരുഷന്മാർക്ക് ആൻ, രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ എന്ന പുല്ലിംഗ പ്രത്യയമില്ലേ, അത് ദൈവത്തിന്റെ പേരായിരുന്നു ആൻ. ആൻ. സ്ത്രീ ദൈവത്തിന്റെ പേര് മാ. രണ്ട് ദൈവത്തിന്റെ. പിന്നീട് കാളകൂടം കുടിച്ച് ലോകത്തിന് നന്മ കൊടുത്തപ്പോഴാണ് ശിവം ചെയ്ത ആനാണ് ആര്? ശിവൻ. ശിവമാണ്, നന്മയാണ്, സ്നേഹമാണ്, ദയയാണ് ദൈവത്തിന്റെ. ദൈവവിശ്വാസം വളരുമ്പോൾ സ്നേഹവും ദയയും കുറയുകയും വെറുപ്പും അസൂയയും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി, എവിടെയോ തെറ്റുപറ്റി. നന്മയാണ്. ഭാഗവതത്തിലെ ഏറ്റവും സുന്ദരമായ ശ്ലോകമേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന മറുപടി ഇതാണ്: യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ ത്വകം പാപാ യേ പചന്ത്യാത്മകാരണാ. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കിയുള്ളവൻ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. കൊടുത്തിട്ട് തിന്നണം.
തേന തെക്കേന ഭുഞ്ചിത. ഈശാവാസ്യോപനിഷത്തിന്റെ ഈശാവാസ്യം ഇതം സർവം എന്ന ശ്ലോകത്തിന്റെ 4ാമത്തെ വരിയാണ്. നീ നിന്നാൽ കൊടുത്തിട്ട് ഭക്ഷിക്കുക. നന്മ ചെയ്യുക, സ്നേഹം ഉണ്ടാകുക, സമൂഹത്തെ സ്നേഹിക്കുക. ഇതാണ് ശിവം. ഈ പ്രകൃതിയെ സ്നേഹിക്കുക ശിവം. 2ാമത്തത്. 3ാമത്തത് സൗന്ദര്യം, ആർദ്രത. നമ്മുടെ കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്നുണ്ട് ഇല്ലേ? ആ കുട്ടികൾക്ക് എല്ലാ സ്കൂളിലേക്കും ചെണ്ടയും ഡ്രമ്മും കീബോർഡും വിതരണം ചെയ്തു. എനിക്കത് കരിഞ്ഞുപോയ രംഗമുണ്ട്. പാട്ട് ഇഷ്ടമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് തുറന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട്, കാരണം ഇവര് സ്കൂളിലെല്ലാം പോയിട്ട് ഈ കുട്ടികൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ഞാൻ പോയിട്ട് സർവേ എടുത്തിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടായി കുട്ടികൾക്ക് ഇതെല്ലാം കൊടുത്തത്. ആ കുട്ടി ഈ കീബോർഡ് 2 അമർത്തിയിട്ട് ഓടി വന്നിട്ട് സ്റ്റേജ് മേൽ കയറി വന്നിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിച്ച് തടി ഇങ്ങനെ ആക്കിയിട്ടൊക്കെ അല്ലാണ്ട് കരഞ്ഞുപോയി. ആ കുട്ടിക്ക് ബുദ്ധിയില്ല, അവൻ കോളേജ് പഠിച്ചിട്ടില്ല, പക്ഷെ ആ കുട്ടിക്ക് മനസ്സുണ്ട്. മനസ്സിലായോ? ബുദ്ധി വേറെ മനസ്സ് വേറെ. ബുദ്ധി ഉണ്ടായതുകൊണ്ട് മനസ്സുണ്ടാവില്ല. മനസ്സുണ്ടാക്കി കൊടുക്കേണ്ട സർവകലാശാല നിങ്ങളുടെ വീടാ. അവിടുന്ന് കുട്ടികൾക്ക് ആർദ്രത കൊടുക്കണം. ഈ ആർദ്രത എങ്ങനെയാ? നാദത്തിലൂടെ ആർദ്രത കൊടുക്കുക. അതാ സംഗീതം. അതുണ്ടാക്കിയാലാണ് ശിവൻ. ഉടജാത്രി കുടികൊള്ളും മഹേശ്വരി ഗുണനായിനി എന്ന് പറഞ്ഞാൽ അല്ലേ? അതിന് പകരം മഹേശ്വരി ഗുണദായിനി സർവശുഭകാരി എന്ന് പാടുമ്പോ നാദമാണ്, ആർദ്രതയാണ്, നിറങ്ങളുടെ ആർദ്രതയാണ് ചിത്രം, ശബ്ദത്തിന്റെ ആർദ്രതയാണ് സംഗീതം അല്ലേ? ചലനത്തിന്റെ ആർദ്രതയാണ് നൃത്തം. ഇപ്പൊ ചലനത്തിന്റെ ആർദ്രതയാണോ? ഇപ്പൊ തുള്ളൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക ഉത്തേജന താളമാണ് ഇപ്പൊ എല്ലാ പാട്ടിലും. DJ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? DJ ഡാൻസിൽ എന്താ? റോക്ക് സംഗീതം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ലൈംഗിക ചോദനയെ ഉത്തേജിപ്പിക്കുന്നതാണ്. അതാണ് ഇപ്പോഴത്തെ പാട്ട് അല്ലേ? അതാണ് കുട്ടികള് അത് പാടിക്കുക. ഈ തുള്ളുന്നോ മയക്കുമരുന്നിന് പോകുന്നതും ഈ പോകുന്നോ കത്തിയെടുത്ത് കുത്തുന്നതും അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവന്റെ മനസ്സുറങ്ങി, ശരീരം മുന്നോട്ട് പോയി. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ? മുയല് കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ അങ്ങനെ പറയാൻ വരിക, എന്തിനാ നേരത്തെ പോയിട്ട് 2 ട്രോഫി ഒന്നും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് കഴിയുമ്പോ ആമ പോയി സമ്മാനമാണ്. ഇത് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. ആ കഥയൊന്ന് മാറ്റി പിടിക്കട്ടെ. ഇന്നലെ ഇതിന്റെ ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തു. ഇന്നലെ സത്യം ഇതിന് ആത്മഹത്യ ചെയ്തെന്നറിയുന്നത് ഇയാളെ മോൻ വലിയ സാമ്പത്തികമുള്ള ഗൾഫിൽ പോയി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിച്ചിട്ട് പെണ്ണിനെ ഉറപ്പിച്ചിട്ട് നോക്കുമ്പോ ഇവരുടെ വീടൊന്നും ഗുണമില്ല. ഇവൻ ഗൾഫിൽ പോയി നല്ലോണം പണിയെടുത്ത് വീടെല്ലാം നന്നാക്കി. അപ്പൊ പെണ്ണ് പറഞ്ഞ ഞാൻ പണി കിട്ടിയാലേ ഞാൻ കല്യാണം ചെയ്യാം. ഓളെ പഠിപ്പിച്ച്, ഓളെ അരിയത്തീനെ പഠിപ്പിച്ച്, വീട് നന്നാക്കി, എല്ലാം നന്നാക്കി. 6 ലക്ഷം ഉറുപ്പിക ഇവൻ ആ പെണ്ണിന് വേണ്ടി. അങ്ങനെ ഇപ്പൊ ഓള് ആ 6 ലക്ഷം ഉറുപ്പിയൊക്കെ ചോദിച്ചപ്പോ ഇവർക്ക് എല്ലാ കൊല്ലം ഇവനെ കഴിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും ഓണത്തിനും വിഷുവിനും ഡ്രസ് കൊണ്ടു കൊടുക്കരുത്, മുളയെന്നെ വിളിക്കരുത്. ആ പെണ്ണ് പറ്റിച്ചു എന്നുള്ള വിവരം അറിഞ്ഞു. 6 ലക്ഷം ഉറുപ്പിക ഇവന്റെ പോയി നടന്ന കടപ്പാടായി പോയി. ആര്? ഈ ചെക്കന്റെ അച്ഛൻ പോയി. ഇവിടെ ഇതിന്റെ അടുത്താ. എന്താ കുട്ടികള് മനുഷ്യ പറ്റില്ല, പ്രേമിച്ചോട്ടെ, അത് തുറന്നു പറയട്ടെ. തലേ ദിവസം രാത്രി തേങ്ങാപ്പാൽ വീണവരെ മുട്ടൂല അച്ഛനോടൊക്കെ. അതൊന്നും ബാക്കിയായി കിട്ടൂലേ? എന്നിട്ട് പാതക കളി. ധൈര്യമില്ല, തന്റെ ഇടമില്ലാത്ത വൃത്തികെട്ട ജന്തുക്കളായി മാറി. പ്രേമം പറഞ്ഞു. പ്രണയം തെറ്റല്ല, പ്രണയം ധൈര്യത്തിൽ പറയാനും അത് കുടുംബക്കാരോട് സമ്മതിപ്പിക്കാനും തന്റെ ഇടയിലേക്ക് മനസ്സിലായി. അതാണ് കാരണം. മനസ്സാകുന്ന മുയൽ ഉറങ്ങി, ശരീരം പോയി. കാരണം ഇവക്ക് ഒറ്റ ചിന്തയുള്ളൂ,
നാട്ടുകാരെ വീട്ടുകാരുടെ മാനമൊന്നും വിഷയമല്ല. എനിക്ക് ഏത് പൊരുത്തനുമായിട്ട് ഇണചേരണം എന്ന ചിന്ത മാത്രം. ആദ്യ രാത്രി കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞാൽ ഡൈവോഴ്സ്. അതുകൊണ്ട് ഈ കല്യാണത്തിൽ നടത്തുന്ന ബൂത്ത് ബാൻ നട്ടാട്ടോ. ഒരു ദിവസം മകന്തി, ഒരു ദിവസം മറ്റേ മഞ്ഞ കല്യാണം, എത്രയാ പൈസ, ഒരു ദിവസം സേഫ് ഡേറ്റ്, എല്ലാം കൂടി പൈസ ചെലവാക്കിയിട്ട് ഇത് നിൽക്കുന്നുണ്ടോ ഉറപ്പിട്ടാ. അതുകൊണ്ട് ഉറപ്പിച്ച് അതുകൊണ്ട് കല്യാണത്തിന് പൈസ ചെലവായിക്കോ. മോള് ഗർഭിണിയായിട്ട് കുട്ടിയുടെ പാല് കൊടുക്കലും പൈസ ചെലവായി. കാരണം ഇത് ഉറച്ചല്ല. അല്ലാതെ ചെലവാക്കി പൈസ നഷ്ടാ. കാരണം ഓൾ അനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയാ നിങ്ങൾ ചെലവാക്കി ഈ പന്തലിന്റെ പൈസ മൊത്തം ഗർഭിണിയില്ലേ ൂക്കിനെ കൊണ്ടൊരു കാര്യമില്ല. എന്താ കാരണം? സംസ്കാരമാകുന്ന മുയലുറങ്ങി ശരീരം മുന്നോട്ട് പോവുക. ആ ഹോർമോണാണ് നിയന്ത്രിക്കുന്നത്. ഈ ഹോർമോണിന്റെ അടിത്തറയിൽ സംസ്കാരത്തിന്റെ ആർദ്രതയും ധാർമ്മികതയും കൊടുക്കണം. മനുഷ്യ സ്നേഹം പഠിപ്പിക്കട്ടെ, സൗന്ദര്യബോധം പഠിപ്പിക്കട്ടെ. രാവിലെ വാതിൽ തുറന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണിച്ചു കൊടുക്കാം, ഒരു പൂമ്പാറ്റയെ കാണിച്ചു കൊടുക്കാം. ഭക്തിയുടെ അടിത്തറയായിട്ട് സത്യമന്വേഷിക്കുന്ന ദാർശനികത, നന്മയുടെ ശിവം, സൗന്ദര്യം. പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൻ ശൈലാഗ്രശൃംഗത്തിൽ പെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ കൂറ്റടി ഹസ്തമാർന്ന തുടിതൻ കുത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിക്കു മധുരം സത്യം ശിവം സുന്ദരം. ആ സത്യശിവ സൗന്ദര്യങ്ങളുടെ അസ്ഥിവാരത്തിലായിരിക്കണം ഭക്തി വളർത്തിയെടുക്കേണ്ടത്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സമയം പറഞ്ഞതിനേക്കാൾ ഇപ്പൊ 12:90 എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. 12:90 അപ്പൊ വിശക്കുന്നുണ്ടാവും. ഞാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രതിമാസം പ്രഭാഷണ പരിപാടിയുടെ ഭാഗമായി ഈ വലിയൊരു ക്ഷേത്രത്തിൽ എന്നെ ക്ഷണിച്ചതിന് എന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇത്ര നേരം വിശന്നിട്ടും എന്നെ കേൾക്കാൻ ഇരുന്നതിന് നിങ്ങളോടെല്ലാം ഹൃദയത്തിന്റെ ഭാഗത്തിൽ നന്ദി പറയുന്നു. ഭാരവാഹികളോട് ഒരു അഭ്യർത്ഥന, ഒരു ജനറേറ്റർ വാങ്ങണം.